ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടോ. ഞാൻ എണീറ്റ് വന്നു. അപ്പം ഇന്നും എനിക്ക് തിരക്കുള്ളൊരു ദിവസമാണ്. പറമ്പിൽ പണിക്കാരുണ്ട്. പിന്നെ എൻ്റെ മോന് ഇന്ന് ശനിയാഴ്ചയാണ്, എന്നാലും മോന് സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇന്നും കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. പിന്നെന്താ, ഇന്നലെ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തതായിരുന്നു. അത് ഫ്ലോപ്പായിപ്പോയി. സാരമല്ല, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. ഇനി വിളക്ക് കൊളുത്തി ഇനി അടുക്കളയിലേക്ക് പോവാണേ. ഞാൻ കുക്കറിൽ ചെറുപയർ അടുപ്പത്ത് വെച്ചു കേട്ടോ, അരി അടുപ്പത്തിട്ടു കേട്ടോ. അപ്പം പിന്നെ എന്നാൽ വേഗം പണി കഴിയുമല്ലോ, കാരണം പണിക്കാരൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്ക് പോലെ ആയിരിക്കും എനിക്ക്. അപ്പം ഞാൻ ഒന്ന് ഫ്രീ ആവാമല്ലോ, വേഗം ചോറൊക്കെ ആയി കഴിഞ്ഞാൽ. പിന്നെ വിനിക്കുട്ടന് പോകും വേണമല്ലോ, അപ്പം ഒന്ന് ഫ്രീ ആവാമല്ലോ വെച്ചിട്ട് വേഗം ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ സാമ്പാറും പിന്നെ നമ്മളെ വാഴത്തട്ടാന്നാണ് ഞങ്ങൾ പറയുക, കൂമ്പോണ്ട് ഒരു ഉപ്പേരിയും വെക്കും കേട്ടോ. അതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. രാവിലെ കപ്പയും ചെറുപയറുമാണ്. ഇന്ന് പിന്നെ പണിക്കാർക്ക് ഞങ്ങൾ പൊറോട്ട വാങ്ങണം. ഇന്നലെ ഞാൻ കപ്പയും ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ കപ്പയും ചെറുപയറും കറി ഞാനിവിടെ വെക്കും. പിന്നെ പൊറോട്ട വാങ്ങും കേട്ടോ. കാണാം അങ്ങോട്ട്. പണിക്ക് ആൾ വന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം കപ്പ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചു. അതിന് മുറിച്ച് വെക്കട്ടെ. അപ്പം ഇന്നിപ്പോൾ വളമിടുന്നതാണ്. അപ്പോൾ ഈ എല്ലുപൊടിയാണ് ഇടുന്നത്. ഇത് സ്മെല്ല് സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര സ്മെല്ലതിന്. കപ്പ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇനി ഞാൻ തേങ്ങ ചിരവട്ടെ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് വിനിക്കുട്ടൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടെന്ന്. സാധാരണ ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് അയൺ ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കുക ചെയ്യുക. കാരണം അതൊരു ഇതല്ലേ, നഷ്ടമല്ലേ ഈ ഇടയ്ക്കിടയ്ക്ക് അയൺ ചെയ്യുന്നത്. അപ്പോഴാണ് ഇന്നിപ്പോൾ ക്ലാസ് ഉള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ, അതുകൊണ്ട് അയൺ ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ അത് ചെയ്യട്ടെ. അത് ഞാൻ വിട്ടുപോയതായിരുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ചെയ്യാണ്. കപ്പയൊക്കെ വന്നിട്ടോ, തിരക്കൂട്ടി ചെയ്യേണ്ടായിരുന്നു. ഇപ്പോൾ അതാ ടീച്ചർ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, ഇന്നത്തെ ക്ലാസ് ഒഴിവാക്കി, ബസ് സമരമാണ് ഇന്ന് ഞങ്ങളവിടെ, ബസ് സമരമാണ്, അതുകൊണ്ട് ക്ലാസ് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഈ തിരക്കൂട്ടി എണീറ്റതും തിരക്കൂട്ടി ഇത് ചെയ്തതൊക്കെ വെറുതെ ആയി. അപ്പോൾ എന്തായാലും പണി നടക്കട്ടെ അല്ലേ. അപ്പം കപ്പയിലെ വെള്ളം കളഞ്ഞു കിട്ടും. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറുപയറും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. അതിന് തേങ്ങ ചിരവി വെച്ചിട്ടുമുണ്ട്. പിന്നെ പച്ചമുളകും തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഇത് പണിക്ക് വന്ന ചേട്ടന്മാർക്ക് ചായ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ നേരത്തെ വരുന്നതല്ലേ, അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ സമയത്ത് ചായയും ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാനും കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണി 11:15 ആകുമ്പോഴാണ് പിന്നത്തെ ഫുഡ് വരിക. ഉച്ച വരെയേ ഉള്ളൂ കേട്ടോ അവർ. അപ്പോൾ അതുകൊണ്ട് ചായ വെക്കട്ടെ. ചായയും റസ്ക്കും കേക്കും ഇപ്പം റെഡി ആയിട്ടോ. ഇനി ഇത് ഇവർക്ക് കൊടുക്കട്ടെ. കപ്പയും ചെറുപയറും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉച്ചത്തേക്കുള്ള കറി കൂട്ടാൻ്റെയും ഉപ്പേരിൻ്റെയും പണിയൊക്കെ നോക്കട്ടെ. അപ്പം ഇന്ന് പൊറോട്ടയാണല്ലോ, അപ്പോൾ അത് കാര്യം ഫ്രീ ആണ്. മോന് 2 ദോശ ഉണ്ടാക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ദോശയും കറി കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് വിശക്കുണ്ടെന്ന് പറഞ്ഞു. ഞാനും ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഞാനും കഴിക്കും ഇപ്പോൾ അവൻ്റെ കൂടെ തന്നെ. മോനേട്ടനായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തട്ട ഉപ്പേരി വെക്കാൻ പോവുകയാണ് കേട്ടോ, വാഴക്കൂമ്പ്. അപ്പം അതിന് വെളിച്ചെണ്ണ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് വറക്കാൻ വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ. അത് ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ പോക്കി വെച്ചതാണ്, കഴുകിയിട്ടാട്ടോ അരി എടുക്കുന്നത്. പിന്നെ കടുകും വറ്റൽമുളകും കരുവേപ്പിലയും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത് വറക്കട്ടെ, കടുക് വറക്കാനിട്ടു കേട്ടോ. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ അരി ഇതിലേക്ക് ഇടുകയാണേ. അതൊന്ന് വറുത്ത് വരട്ടെ. ലോങ്ങ മോൻ ചോദിക്കുക ലോങ്ങാണോ.
നല്ല ടേസ്റ്റായി അരി വറുത്തിട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഞങ്ങൾ ചീര ഉപ്പേരിക്കും അങ്ങനെ അറിയാം, അരി വറുത്തിടാറുണ്ട്. ഇതാട്ടോ ഞാനിതിൽ കുറച്ച് തേങ്ങയും കൂടെ തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചിട്ടു കേട്ടോ. ഇപ്പോൾ ഉപ്പേരി റെഡിയായി. ഇപ്പോൾ സാമ്പാർ ഇതാ ഇവിടെ നിന്ന് റെഡിയാവുന്നുണ്ട്, ഉപ്പേരി റെഡിയായി. സാമ്പാറുമായി ഉപ്പേരിയായിട്ടോ ഉച്ചത്തേക്ക്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, 2 പ്രാവശ്യം ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ഉപ്പേരി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്, അത്രയായിരുന്നു കേട്ടോ. പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ, ഇന്നവർക്ക് പൊറോട്ടയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കറിയായി, അവർക്ക് കൊടുക്കാനുള്ള പാത്രവും പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കപ്പക്കറി ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ ചായ വെക്കാനായി, ഏകദേശം ചായ വെക്കാനുള്ള സമയം 10:45. ചായ ശരിയായിട്ടോ. ഇനിയിപ്പോൾ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോവുകയാണേ. ഇത് വിനുക്കുട്ടൻ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു പാഠമുണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ പിരമിഡൊക്കെ എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടി വിയിലുണ്ട്, മോൻ കണ്ടു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കാണുക കേട്ടോ ഇരുന്നിട്ട്. ഇപ്പോൾ പോകണ്ടല്ലോ അപ്പോൾ അവന് ഇത് കാണിച്ചു കൊടുക്കുക. എന്തായാലും പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവുമല്ലോ. ഇതാ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അപ്പം ഞാനിനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അടുക്കളയെല്ലാം ക്ലീൻ ആയിട്ടോ, പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് അടിച്ചു വാരി തുടയ്ക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ എന്തെങ്കിലും ഒരു പണി നടക്കുമ്പോൾ ഒക്കെ വൈകും, അടിക്കലും തുടയ്ക്കലും എല്ലാം വൈകും. ഇനി അലക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിച്ചു വാരി തുടയ്ക്കൽ കഴിഞ്ഞിട്ട് വേണം അലക്കാൻ. ഒന്ന് കുഴപ്പമില്ല, മഴയും പെയ്യുന്നുണ്ട്, നോക്കട്ടെ എന്തായാലും. അപ്പോൾ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒക്കെ ക്ലീനായി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ആയി. ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ വിശക്കുന്നില്ല കേട്ടോ. കുറേ മുമ്പേ നമ്മൾ ഇപ്പോൾ വെച്ചാൽ കുറച്ച് മുമ്പല്ലേ നമ്മൾ രാവിലത്തെ ചായ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ വിശക്കുന്നൊന്നുമില്ല. ഇനി ഇവർ പോയ ശേഷം ഒരു 2:30-3 മണിയാവും തോന്നുന്നു ഊണ് കഴിക്കാൻ. അത്രയും വിശക്കുന്നില്ല. ഏതായാലും അലക്കലൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. പണിയെടുക്കുന്ന ചേട്ടന്മാർക്ക് ഒരു കട്ടൻ ചായയാണ് കേട്ടോ ഇത്. ഒരു മണി 1:15 ആകുമ്പോൾ അവർക്ക് ഒരു കട്ടൻ ചായ അങ്ങനെ അതേപോലെ എന്തെങ്കിലും ചെറുതായിട്ട് ആണ് വേണ്ടത്. അപ്പോൾ അത് കൊടുക്കട്ടെ. ഇപ്പോൾ അലക്കലും ആറിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ചൊന്ന് വൈകിപ്പോയി, നല്ല കാറ്റ്. അപ്പോൾ കാറ്റത്ത് അലക്കാനൊരു മടി, ഒരു പേടി. അപ്പോൾ പിന്നെ ഒന്നിത്തിരി വൈകിട്ടോ. പിന്നെ പണി കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞിട്ട് കയറി കേട്ടോ. അപ്പോൾ പറമ്പൊക്കെ നല്ല ക്ലീനായി, തേങ്ങയൊക്കെ മൂടി നല്ല വൃത്തിയായി. ഇപ്പോൾ പറമ്പൊക്കെ നല്ല പുല്ലൊക്കെ പോയിട്ടേ കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.